നമ്മള് ഇപ്പോ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതില് തുടക്കം പോലെ പറയുകയാണെങ്കിൽ ജിയോ റെഫറൻസിങ് ഡിസ്കസ് ചെയ്തു. വെക്ടറൈസേഷൻ ഡിസ്കസ് ചെയ്തു. വെക്ടറൈസേഷനിൽ പോയിന്റ് ലൈൻ പോളിഗൺ, പോയിന്റ് പോളിലൈൻ പോളിഗൺ ഡിസ്കസ് ചെയ്തു. പിന്നെ അതില് സ്നാപ്പിംഗ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ ലേഔട്ട് ഡിസ്കസ് ചെയ്തു. ദെൻ കോറോപ്ലസ് മാപ്പിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ബഫറിംഗ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാൻ അതിന് ഓരോന്നിനും ഇൻസ്ട്രക്ഷൻസ്, ടോപ്പോ ഷീറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് വെക്ടറൈസ് ചെയ്ത് എന്ത് ചെയ്യുക, ലേഔട്ട് ചെയ്യുക. അത് ഓരോ അനാലിസിസ്, ബഫറിംഗ് ആണെങ്കിൽ ബഫർ അനാലിസിസ് അതിൽ ചെയ്തിട്ട് ലേഔട്ട് ചെയ്യുക. ഇപ്പോൾ ബഫർ പോയിന്റ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബഫർ ഉണ്ടാക്കുക, ലൈൻ ബഫർ ഉണ്ടാക്കാം, പോളിഗൺ ബഫർ, ഓരോന്ന് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് തന്നതുപോലെ തന്നെ ചെയ്യുക. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. കുറെ പേരൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, കുറെ പേര് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ചില ആളുകൾ ഇപ്പോഴും ജിയോ റെഫറൻസിങ് കൈകാര്യം ചെയ്യുന്നത് കണ്ടു, അതുകൊണ്ട് പറഞ്ഞതാണ്. ശ്രദ്ധിക്കുക. പിന്നെ അഗെയിൻ പറയാണ്, ആ പ്രൊജക്ഷൻ ശ്രദ്ധിച്ചോളുക. പ്രൊജക്ഷൻ കൃത്യമായിട്ട് UTM പ്രൊജക്ഷനിൽ തന്നെ ഡാറ്റ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ അല്ലെങ്കിൽ അതിൽ അഗെയിൻ കുറച്ച് പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോകും. അതിൽ റിസൾട്ട് പ്രോപ്പറായിട്ട് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഇതാണ്ട ഈ നമ്പർ EPSG, സോറി ഇത് ഓക്കെ, ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊജക്ഷന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക. EPSG പ്രൊജക്ഷൻ UTM അത് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്, ലാസ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത് ട്രയാങ്കുലേഷൻ ഇറഗുലർ നെറ്റ്വർക്ക് ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഷോർട്ടസ്റ്റ് പാത്ത്. നെറ്റ്വർക്ക് അനാലിസിസിൽ ഷോർട്ടസ്റ്റ് പാത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇത് ഇപ്പൊ നമ്മൾ ഈ ഗൂഗിൾ മാപ്പിലും ഗൂഗിൾ എർത്തിലൊക്കെ വളരെ വൈഡർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. നമുക്ക് രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ഏതാണ് ഷോർട്ടസ്റ്റ് പാത്ത്. ഇത് നിങ്ങൾ എല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പല സ്ഥലത്തിലേക്കും പോകുന്നത്. അതിന്റെ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോ ഓരോ എക്സർസൈസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ടിന്നിന്റെ കഴിഞ്ഞു. ഇനി നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്ന നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഇത് വരിക. നെറ്റ്വർക്ക് അനാലിസിസിൽ പല 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 ഇതുണ്ട്, പലതരത്തിലുള്ള അനാലിസിസ് ഉണ്ട്. സോ ഇവിടെ നെറ്റ്വർക്ക് ആണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ബഫർ നമ്മൾ പോയിന്റ് പോളിലൈൻ പോളിഗണിൽ ചെയ്യുന്നു. ഇപ്പൊ ടിൻ ഇന്റർപൊലേഷൻ അത് പോയിന്റ് ആണ് അതിന്റെ ഇൻപുട്ട്. കോണ്ടൂസ് അല്ലെങ്കിൽ പോളി ലൈൻ നമുക്ക് അതിൽ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കാം. റൈറ്റ്. ഇതില് ശ്രദ്ധിക്കുക, ഇതില് നെറ്റ്വർക്ക് ആണ്. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ റോഡ്, റെയിൽവേ, റിവേഴ്സ്, പൈപ്പ് ലൈൻ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് നമ്മൾ ഇതില് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുക. ഞാനിത് ഇങ്ങനെ ഒരു റോഡ് ഇമാജിൻ, ഇത് റോഡല്ല, ഞാൻ ജസ്റ്റ് ഒരു ഇമാജിനറി റോഡ് പോലെ സെറ്റ് ചെയ്തതാണ്. റൈറ്റ്. നിങ്ങൾ ടോപ്പോ ഷീറ്റ് ചെയ്യുന്നത് നിർബന്ധമായിട്ടും റോഡ് തന്നെ എന്ത് ചെയ്യുക, ഡിജിറ്റൈസ് ചെയ്ത് വെക്ടറൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒരു റോഡ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. റൈറ്റ്. സോ ഇത് നമ്മൾ ഇതില് ഷോർട്ടസ്റ്റ്, രണ്ട് പോയിന്റ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്താണ് നമ്മളിവിടെ ഡിഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതില് ഇഷ്ടമുള്ള പോയിന്റ് എന്ത് ചെയ്യാം, നമുക്ക് ഇതിലെടുക്കാം. ഇതിലിഷ്ടമുള്ള പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിലെ OSM മാപ്പ് നോക്കണ്ട, അതിനൊരു പ്ലഗ് ഞാൻ പറഞ്ഞു. നിങ്ങൾ ടോപ്പോ ഷീറ്റിൽ നിന്ന് റോഡ് അല്ലെങ്കിൽ റെയിൽവേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിജിറ്റൈസ് ചെയ്തെടുക്കുക. റൈറ്റ്. അപ്പോൾ ഇതില് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ, എവിടേക്കാണ് കേഴ്സർ പോകുന്നത്. സോ ട്രയാങ്കുലേഷൻ ഇറഗുലർ നെറ്റ്വർക്ക് പോലെ ഇവിടെ പ്രോസസ്സിംഗില് ടൂൾ ബോക്സിൽ ഷോർട്ടസ്റ്റ് പാത്ത് ഒന്ന് സെർച്ച് ചെയ്യാം. ഷോർട്ടസ്റ്റ് പാത്ത് ഒന്ന് സെർച്ച് ചെയ്യുക. 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 ഷ
ഷോർട്ടസ്റ്റ് പാത്ത് ശ്രദ്ധിക്കുകയാണ്. ഷോർട്ടസ്റ്റ് പാത്ത് ഇങ്ങനെ ഇതിൽ നെറ്റ്വർക്ക് അനാലിസിസിൽ നമുക്ക് കാണാവുന്നതാണ്. സർവീസ് ഏരിയ ഫ്രം പോയിന്റ്, ഷോർട്ടസ്റ്റ് പാത്ത് ലെയർ ടു പോയിന്റ്. അതിൽ ഷോർട്ടസ്റ്റ് പാത്ത് പോയിന്റ് ടു പോയിന്റ് ആണ്. ഞാൻ റീസെന്റ് ആയിട്ട് ഇത് എടുത്തുകൊണ്ട് അങ്ങനെ വരുന്നുണ്ടോ. ഷോർട്ടസ്റ്റ് പാത്ത് പോയിന്റ് ടു പോയിന്റ് ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ റോഡ് നെറ്റ്വർക്ക് നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ വേറെ ഡാറ്റ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നിങ്ങൾ ഇതിന്റെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഡിഫറെന്റ് ഡാറ്റ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മാറി സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നെറ്റ്വർക്ക് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, വേറെ തരത്തിലുള്ള ഡാറ്റ ഒന്നും എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ഇതിൽ രണ്ടെണ്ണം ഉണ്ട്, ഷോർട്ടസ്റ്റ്, ഫാസ്റ്റസ്റ്റ്. അപ്പൊ നമ്മൾ ഷോർട്ടസ്റ്റ് പാത്താണ് എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ 2 പോയിന്റ് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ടു നമുക്ക് എവിടെയാണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ, അതിന്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്, ഇന്റർനെറ്റിന്റെ ഹെൽപ്പോടെ, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഹെൽപ്പോടെയുള്ള സംവിധാനമാണ്. ഇവിടെ നമ്മൾ നോർമൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് അനാലിസിസ് ഷോർട്ടസ്റ്റ് പാത്ത് പോയിന്റ് ടു പോയിന്റ് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഒരു പോയിന്റ് എടുക്കണം. അപ്പൊ ഇത് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് ഏത് പോയിന്റ് ആണോ ആവശ്യം, ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലേക്കാണോ പോകേണ്ടത് അവിടെ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ്, ഇതിങ്ങനെ ഈ ബ്ലാക്ക് എടുത്തിരിക്കുന്നത് ഇത് നമുക്കിത് ഇങ്ങനെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ ആ പോയിന്റ് അത് എന്ത് ചെയ്തു, അത് ജനറേറ്റ് ചെയ്തു. ദെൻ എൻഡ് പോയിന്റ്, ഏത് പോയിന്റിലേക്കാണ് പോകേണ്ടത്. ഞാനിവിടെ ഒരു എൻഡ് പോയിന്റ് കൊടുക്കുകയാണ്. ഇത് ഇവിടെയാണ് ഞാൻ കൊടുക്കുന്നത്. റൈറ്റ്, പോയിന്റ് കൊടുത്തു. അപ്പോൾ അത് നമുക്ക് ഇത് റൺ ചെയ്യുമെന്ന് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ. ഇതെല്ലാം ഡിഫാക്റ്റോ ആയിട്ട് തന്നെ വിടുക. ഈ പറയുന്ന അതർ മെനൂസ് ഒക്കെ അങ്ങനെ തന്നെ ഇതാക്കിക്കോളുക കേട്ടോ. പിന്നെ ഇതിന്റെ സേവ് ചെയ്യേണ്ടത് ഇതാണ്. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് ലെയർ. ഞാനിത് കണ്ടത്, ഇതിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ടെമ്പററി ലെയർ എന്ന് കിടക്കുന്നത് കാണാം. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഞാൻ വീണ്ടും പറയാണ്. സേവ് ഫയൽ ടു, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എടുക്കുക. അതിൽ വേണ്ട BSc പ്രാക്ടിക്കൽ, ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരു ഫോൾഡർ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇതിൽ ആണ് ഇത് സേവ് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നില്ല, തൽക്കാലത്തേക്ക് ഇത് സേവ് ചെയ്യുന്നില്ല, ഒരു ടെമ്പററി ഫയലായിട്ട് തന്നെ സെറ്റ് ചെയ്തേക്കാണ്. റൈറ്റ്, അത് ക്ലിക്ക് ചെയ്യാണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഇത് റൺ ചെയ്യുന്നത് നോക്കാം. സോ റൺ, ഇറ്റ് ഈസ് സക്സസ്. So let us close this window. Right. Shortest path. Right. നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. ഇത് കുറച്ച് രസമുള്ള ഒരു സംഭവമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിന്റെ കളർ ഒന്ന് മാറ്റാം. സോ പ്രോപ്പർട്ടീസ്, സിംബോളജിയിൽ നമുക്ക് ഒരു റെഡ് കളർ എടുക്കാം. റൈറ്റ്, ഓക്കെ. ലൈൻ കുറച്ച് തിക്നെസ് കൂട്ടാം. തിക്നെസ് കൂട്ടിയിട്ട് വേണ്ട ഈ റെഡ് കളർ. ഇത് നമ്മൾ ഈ പഴയ ബുക്കുകളിലൊക്കെ ഈ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇതിൽ ഇങ്ങനെ, ഇതാണ് ഇതിൽ ഷോർട്ടസ്റ്റ് പാത്ത്. റൈറ്റ്, നമ്മൾ കൊടുത്തിട്ടുള്ള പോയിന്റ് ഇങ്ങനെ ഇത് റൺ ചെയ്ത് വരുന്നത്. അതായത് ഒരു റിയൽ വേൾഡ് സിറ്റുവേഷനിൽ എങ്ങനെയാണ്, അതായത് ഇപ്പം ഇതൊരു റോഡ്, എങ്ങനെയാണ് റോഡ് തുടങ്ങുന്നത്, ആ റോഡിലൂടെയാണ് അതിങ്ങനെ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു, പിന്നെ ഇവിടെ ഒരു പോയിന്റ്, ആ എൻഡ് പോയിന്റ് അതിലേക്ക് എത്തിപ്പെടുന്ന ഒരു സംഭവം, എങ്ങനെയാണ് അത് ഇതിലേക്ക് എത്തുന്നത്. റൈറ്റ്, ഞാൻ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഇമാജിനറി ലൈനാണ്. ഒരു പ്രോപ്പർ റോഡ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫോറസ്റ്റിന് മുകളിൽ കൂടെയാണ് റോഡ് ഞാൻ ജസ്റ്റ് വരച്ചിരിക്കുന്നത്. ഇത് ഒറിജിനൽ റോഡല്ല. നിങ്ങൾ ടോപ്പോ ഷീറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, ഇത് ചെയ്തിട്ട് ചെയ്യാം. അപ്പോ അത് ക്ലിയർ ആയിട്ട് ഷോർട്ടസ്റ്റ് പാത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ ഒന്നുകൂടെ കാണിക്കുകയാണ്. പ്രോസസ്സിംഗ്,
ടൂൾ ബോക്സിൽ പോവുക. ടൂൾ ബോക്സിൽ ഷോർട്ടസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരും. അതിൽ പോയിന്റ് ടു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ടൂൾ റൺ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് റോഡ് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നത്. ശരിക്കും ഒരു റോഡാണെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഒരു ഷോർട്ടസ്റ്റ് പാത്ത് കാണിക്കും. റൈറ്റ്. അപ്പോ അടുത്ത ലെക്ചർ, അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം വൈകാതെ. അപ്പോൾ ഓരോ എക്സസൈസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. സോ താങ്ക് യു. So thank you. Thanks a lot.